ഹായ് ഗൈസ്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റിവേഴ്സ് ലിങ്ക് ലിസ്റ്റ് ആണ്. അപ്പോൾ ലിങ്ക് ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഡേറ്റ സ്ട്രക്ചറിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇനി നമ്മൾ കുറച്ച് സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് പറയുന്നതിന് മുന്നേ ജസ്റ്റ് ലിങ്ക് ലിസ്റ്റിനെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഇത്രയും നേരം അറേ എന്ന് പറയുന്ന അറേയിലുള്ള കുറേ ക്വസ്റ്റ്യൻസ് കണ്ടായിരുന്നു അല്ലേ? അപ്പോൾ അറേ എന്ന് പറയുന്ന ഡേറ്റ സ്ട്രക്ചർ നമ്മൾ കണ്ടായിരുന്നു. അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു മെമ്മറി ലൊക്കേഷനാണ്. അതിൻ്റെ അകത്ത് നമ്മളിങ്ങനെ ഓരോ എലമെൻസും അടുത്തടുത്തടുത്ത് നമ്മളിങ്ങനെ സ്റ്റോർ ചെയ്യുന്നു. ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ലൈക്ക് 1 2 3 4 5 6 അങ്ങനെ നമ്മൾ ഓരോരോ എലമെൻസും നമ്മൾ സ്റ്റോർ ചെയ്ത് പോകുന്നു അറേയിൽ. ഓക്കെ, അതേസമയം ലിങ്ക് ലിസ്റ്റ് വരുമ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ 1 ആണ് വാല്യൂ എങ്കിൽ നമ്മൾ ലിങ്ക് ലിസ്റ്റ് സ്റ്റോർ ചെയ്യുന്നതെന്ന് പറയുന്നത് ഒരു പെയർ ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. ഒരെണ്ണത്തിൻ്റെ വാല്യൂവും വേറൊരെണ്ണത്തിൻ്റെ ഒരു പോയിന്ററാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പോയിന്റർ ഉണ്ട്. ഇപ്പൊ 2 വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 2 നമ്മളിങ്ങനെ 2 സ്റ്റോർ ചെയ്യുന്നു, എന്നിട്ട് ഒരു പോയിന്റർ വെക്കുന്നു. അപ്പൊ ഈ പോയിന്റർ നെക്സ്റ്റ് നോഡിനെയാണ് പോയിന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മളിവിടെ ഈ ആരോസ് കാണുവാണെങ്കിൽ ഇതൊരു അറേ ആണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതിയാനെ? ജസ്റ്റ് ഇങ്ങനെ ഈ ഒരു ഇതുപോലെ എഴുതിയാനെ 1 2 3 4 5 എന്ന് എഴുതിയാനെ അല്ലേ? 1 2 3 4 5 എന്ന് എഴുതിയാനെ. പക്ഷെ ഇത് ലിങ്ക് ലിസ്റ്റ് ആയതുകൊണ്ട് ഇങ്ങനെ ആരോ ഇട്ട് എഴുതിയിരിക്കും. അതായത് ഇതിൻ്റെ അകത്ത് 2 വാല്യൂസ് ഉണ്ട്. ഇപ്പൊ ഇതിന്റെ ഡെഫിനിഷൻ ലിങ്ക് ലിസ്റ്റ് ഇങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത് വാല്യൂ ഉണ്ട്, നെക്സ്റ്റും ഉണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് നോഡിനെ പോയിന്റ് ചെയ്യുന്നതാണ്. അതിപ്പോ ഈ 1 വേണമെങ്കിൽ ഇവിടെ പോയിന്റ് ചെയ്യാം, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയിന്റ് ചെയ്യാം. അങ്ങനെ നമുക്ക് ഇതിന്റെ ഈ പോയിന്റർ മാറ്റിക്കഴിഞ്ഞാൽ അതിന്റെ നെക്സ്റ്റ് വാല്യൂലോട്ടോ അത് പോയിന്റ് ചെയ്തോളും. ഓക്കെ, അപ്പോൾ അതാണ് ലിങ്ക് ലിസ്റ്റും അറേയും തമ്മിലുള്ള ഒരു ബേസിക് വ്യത്യാസം എന്ന് പറയുന്നത്. അതിനൊരു വാല്യൂ ഉണ്ട്, ഒരു പോയിന്റർ നോഡും ഉണ്ട്. അപ്പൊ പോയിന്റർ വെച്ചിട്ട് നമുക്ക് നെക്സ്റ്റ് നോഡുകളെ പോയിന്റ് ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ, അപ്പൊ അതാണ് ലിങ്ക് ലിസ്റ്റിന്റെ ഒരു ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. നമുക്കിനി ഒന്ന് കോഡ് ചെയ്ത് നോക്കാം. എന്താണ് നമുക്ക് ഇതിന്റെ റിവേഴ്സ് ലിങ്ക് ലിസ്റ്റ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ നമുക്ക് എന്താ ചെയ്യേണ്ടത് നോക്കാം. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന പോലെ നമുക്കൊരു ലിങ്ക് ലിസ്റ്റ് തന്നിട്ടുണ്ട് 1 2 3 4 5. നമ്മൾ അതിനെ റിവേഴ്സ് ചെയ്യണം 5 4 3 2 1, എന്നിട്ട് അതിന്റെ വാല്യൂ റിട്ടേൺ ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് 2 രീതിയിൽ ഇത് റിവേഴ്സ് ചെയ്യാൻ പറ്റും. ഐട്രേറ്റീവ് മെത്തേഡിലും പറ്റും, റിക്കർസീവ് മെത്തേഡിലും പറ്റും. നമ്മൾ 2 മെത്തേഡും കാണും. അപ്പോൾ ആദ്യം ഐട്രേറ്റീവ് മെത്തേഡ് നോക്കാം. അപ്പൊ ഐട്രേറ്റീവ് മെത്തേഡിന്റെ ലോജിക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഒരു ഇനിഷ്യലി ഈ 1 2 3 4 5 എന്നല്ലേ കിടക്കുന്നത്. നമുക്ക് ഇതിനെ തിരിക്കണം. അപ്പൊ ഇത് തിരിക്കാൻ വേണ്ടി നമ്മൾ ഈ ലിങ്ക് ലിസ്റ്റിന്റെ ഓരോ പോയിന്റേഴ്സിനെ നമ്മൾ ഓപ്പോസിറ്റ് ആക്കി നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റണം. മനസ്സിലായില്ലേ? അതേസമയം ഇതിനെല്ലാം ക്ലിയർ ചെയ്യാനും പറ്റണം. അതായത് ലിങ്ക് ലിസ്റ്റിന്റെ ഓരോ പോയിന്റേഴ്സിനെയും നമുക്ക് ക്ലിയർ ചെയ്യാനും പറ്റണം, ഇതിനെല്ലാം നമുക്ക് ഇങ്ങനെ പോയിന്റ് ചെയ്യാനും പറ്റണം. അതാണ് ഐഡിയ എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ വരുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പോയിന്റ് ചെയ്യാൻ പറ്റണം, ഇത് ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റണം, ഇത് പോയിന്റ് ചെയ്യാൻ പറ്റണം, ഇത് ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റണം. ഇനിഷ്യലി ഇതിനെ നമ്മൾ നള്ളിലോട്ടും പോയിന്റ് ചെയ്യും. അപ്പൊ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇത് റിവേഴ്സ് ആയി. എന്നിട്ട് നമ്മൾ ഇത് പുതിയ ഹെഡ് ആക്കിയിട്ട് ഇതിനങ്ങ് റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിവേഴ്സ് ചെയ്ത് ലിങ്ക് ലിസ്റ്റ് കിട്ടും. അതാണ് ഇനിഷ്യൽ ഐഡിയ എന്ന് പറയുന്നത്. ഓരോ പോയിന്റേഴ്സിനെ റിവേഴ്സ് ചെയ്യുക, ഉള്ള ഇതിനെ ക്യാൻസൽ ചെയ്യുക. അതാണ് ഐഡിയ. ഓക്കെ, അപ്പൊ അതിന് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഇവിടെ ഒരു നോഡ് വെക്കുന്നു, പ്രീവിയസ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, പ്രീവിയസ് എന്ന് പറഞ്ഞൊരു നോഡ് വെച്ചിട്ട് അതിനെ നമ്മൾ നള്ളിലോട്ട് പോയിന്റ് ചെയ്യും. എന്നിട്ട് ഈ ഫസ്റ്റ് ഇതിന്റെ പോയിന്റർ എടുത്തിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ പ്രീവിയസ് നമ്മൾ ഇവിടെ വെക്കുന്നു പറഞ്ഞല്ലോ. എന്നിട്ട് ഈ ഫസ്റ്റ് പോയിന്റർ നമ്മൾ ഇതിന് പകരം ഇങ്ങനെ എടുത്ത് ഇങ്ങോട്ട് പോയിന്റ് ചെയ്തിട്ട് ഇതിനെ ക്ലിയർ ചെയ്യും. നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റൂല. നമ്മൾ ഇവിടെ പ്രീവിയസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ ഇങ്ങോട്ട് പോയിന്റ് ചെയ്യും. ഹെഡ് ഡോട്ട് നെക്സ്റ്റ് എന്ന് വിളിക്കുമ്പോൾ ഈ പോയിന്റർ ഇട്ട് ഹെഡ് ഡോട്ട് നെക്സ്റ്റ് ഈ പ്രീവിയസിനോട്ട് നമ്മൾ പോയിന്റ് ചെയ്തിട്ട് ഈ ഹെഡ് ഡോട്ട് നെക്സ്റ്റിനെ നമ്മൾ അങ്ങനെ നള്ളാക്കി വെക്കും. അപ്പൊ ഈ പോയിന്ററില്ല, ഇങ്ങോട്ട് മാത്രമേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് നോഡിലോട്ട് പോയിട്ട് അതിനെ എടുത്തിട്ട് ഈ ഒരു സാധനമാണല്ലോ ഉള്ളത്, അതിനെ നമ്മളെടുത്ത് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നങ്ങ് വെക്കും. അതായത് നമ്മൾ ഇതിനെടുത്ത് ഇങ്ങോട്ട് വെക്കുന്നു, എന്നിട്ട് ഇത് ക്ലോസ് ചെയ്ത് കളയുന്നു. മനസ്സിലായില്ലേ? അങ്ങനെ ഓരോന്നായിട്ട് ചെയ്യും. അപ്പൊ അതാണ് ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. നമുക്കൊന്ന് കോഡ് ചെയ്ത് നോക്കാം ഇനി എന്താണ് നമുക്ക് കിട്ടുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഇപ്പൊ ഐട്രേറ്റീവ് മെത്തേഡിൽ നമുക്ക് പോകാൻ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ആദ്യം ഒരു പ്രീവിയസ് എന്ന് പറയുന്ന ഒരു നോഡ് ഉണ്ടെന്ന് പറഞ്ഞല്ലേ. പ്രീവിയസ് നോഡ് ഇനിഷ്യലി നള്ളായിട്ട് നമ്മൾ വെക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഐട്രേറ്റ് ചെയ്യണം. അപ്പൊ ഒരു വൈൽ ലൂപ്പ് ഇട്ടിട്ട് നമുക്ക് ഐട്രേറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇവിടെ വൈൽ ഹെഡ് ഡോട്ട് നെക്സ്റ്റ് എന്ന് പറഞ്ഞ് എഴുതി പോവാം. പക്ഷെ ലിങ്ക് ലിസ്റ്റിന്റെ ഒരു കൺവെൻഷൻ അല്ലെങ്കിൽ നല്ലൊരു പ്രാക്ടീസ് എന്ന് പറയുന്നത് ഹെഡ് വേരിയബിളിൽ നമ്മൾ ഡയറക്റ്റ് ഡോട്ട് നെക്സ്റ്റ് വിളിച്ച് അതിന്റെ ആ ഒരു ഇത് പോയിന്റർ നമ്മൾ മൂവ് ചെയ്യാറില്ല. അതിന് പകരം ഹെഡിനെ നമ്മളൊരു കറണ്ട് അല്ലെങ്കിൽ വേറൊരു വേരിയബിളിലോട്ട് ഹെഡിന്റെ ഒരു കോപ്പി എടുത്ത് വെച്ചിട്ട് നമ്മൾ ആ വേരിയബിൾ വെച്ചിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ ഈ ക്വസ്റ്റ്യന് അതിന്റെ ആവശ്യമില്ല, ഹെഡ് നമുക്ക് വേണ്ട. പക്ഷെ ഇനി അങ്ങോട്ട് ഉള്ള ക്വസ്റ്റ്യൻസിൽ നമുക്ക് ഹെഡിന്റെ ആവശ്യം വരും. നമുക്ക് എല്ലാ ഓപ്പറേഷൻസ് എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഹെഡ് ഓഫ് ദ ലിസ്റ്റ് ആയിരിക്കും, ലിങ്ക് ലിസ്റ്റ് ആയിരിക്കും റിട്ടേൺ ചെയ്യേണ്ടത്. അപ്പൊ ഹെഡ് എപ്പോഴും ഇങ്ങനെ ഒരു കോപ്പി എടുത്ത് വെച്ചിട്ട്
ആ കോപ്പിയിൽ നമ്മൾ വർക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ വൈൽ കറണ്ട് നോട്ട് ഈക്വൽ ടു അൺഡിഫൈൻഡ്, അല്ലെങ്കിൽ ജാവാസ്ക്രിപ്റ്റിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, വൈൽ കറണ്ട് ട്രൂ ആയിരിക്കുമ്പോൾ, കറണ്ടിൽ ഒരു വാല്യൂ ഉള്ളപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഫസ്റ്റ് നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് ഇവിടെ വന്നിട്ട് ഈ ഒരു നെക്സ്റ്റ് സാധനം, അതായത് ഇതാണ് ഇപ്പൊ കറണ്ട് 1 എന്ന് പറയുന്നത്, കറണ്ട് ഡോട്ട് നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ പ്രീവിയസ് എന്ന് പറഞ്ഞ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലോ, ഇവിടെ ഉള്ള പ്രീവിയസിലോട്ട് പോയിന്റ് ചെയ്യാം. കറണ്ട് ഡോട്ട് നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രീവിയസിലോട്ട് പോയിന്റ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ ഈ കറണ്ട് ഡോട്ട് നെക്സ്റ്റ് പ്രീവിയസിലോട്ട് പോയിന്റ് ചെയ്ത് കഴിയുമ്പോൾ, ഇതിനെടുത്ത് നമ്മൾ ഇങ്ങോട്ട് പോയിന്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു കണക്ഷൻ അങ്ങ് പോകും. അതായത് ഈ വാല്യൂവിനെ നമ്മൾ ഓവർ റൈറ്റ് ചെയ്തു. അപ്പൊ ഇതിനെ ഓവർ റൈറ്റ് ചെയ്യുന്നതിന് മുന്നേ അതിനെ നമ്മളൊരു ടെമ്പററി വേരിയബിളിലോട്ട് എടുത്ത് വെക്കുക, കാരണം നമുക്ക് ഇനി അതിനെ ആവശ്യമുണ്ട്. ഓക്കെ ഓക്കെ, അത് കഴിഞ്ഞിട്ട് കറണ്ട് ഡോട്ട് നെക്സ്റ്റ് നമ്മൾ ഇങ്ങോട്ട് ഫസ്റ്റ് പോയിന്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വീണ്ടും നെക്സ്റ്റ് നോഡിലോട്ട് പോകണം. അപ്പൊ എന്ത് ചെയ്യണം, പ്രീവിയസ് ഇപ്പൊ ഇവിടെ നള്ളിലാണ് നിൽക്കുന്നത്, പ്രീവിയസിനെ നമുക്ക് ഇനി കറണ്ടിലോട്ട് വെക്കണം. അപ്പൊ അതിന് പ്രീവിയസ് ഈക്വൽ ടു കറണ്ട് എന്ന് കൊടുക്കണം. അതേപോലെ കറണ്ടിനെ കറണ്ട് ഡോട്ട് നെക്സ്റ്റിലോട്ട് വെക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ടെമ്പിലോട്ട് എടുത്ത് വെക്കണം. കറണ്ട് ഡോട്ട് നെക്സ്റ്റ് എന്ന് അതിന്റെ വാല്യൂ പോകുന്നതുകൊണ്ട് നമ്മൾ അതിന് മുന്നേ ഒന്ന് സേവ് ചെയ്ത് വെച്ചു. അപ്പൊ എന്ത് ചെയ്യണം, ഇനി കറണ്ട് എന്ന് പറയുന്നത് കറണ്ട് ഡോട്ട് നെക്സ്റ്റ് ആക്കണം. അപ്പൊ അതിന് ടെമ്പ് വിളിക്കണം. അപ്പൊ കറണ്ട് നെക്സ്റ്റ് ഇതിലോട്ട് പോയി. എന്നിട്ട് നമുക്ക് ഇവിടെ റിട്ടേൺ കറണ്ട് എന്ന് കൊടുക്കാം. ഓക്കെ, സോറി, റിട്ടേൺ കറണ്ട് അല്ല, റിട്ടേൺ ഏറ്റവും ലാസ്റ്റ് വരെ എത്തുമ്പോഴത്തേക്ക് എന്ത് പറ്റും, പ്രീവിയസ് ഇവിടെ ആയിരിക്കും, കറണ്ട് നള്ളായിരിക്കും. അപ്പൊ നമുക്ക് ഹെഡ് എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ആയിരിക്കും. അപ്പൊ പ്രീവിയസ് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് റൺ ചെയ്യാം. നമുക്ക് ഒരു എഡ്ജ് കേസ് ഹാൻഡിൽ ചെയ്യാൻ കാണും. നള്ളായിട്ടുള്ള കേസസിന് വേണ്ടി എന്തെങ്കിലും കേസ് ഉണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ, സോ നമുക്ക് ഇനി ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഇനി ഒന്ന് സബ്മിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇനിഷ്യൽ കേസ് എന്ന് പറയുന്നത്. നമുക്ക് ഇങ്ങനെ ഒരു അറേ കിട്ടുവാണെങ്കിൽ നമുക്ക് ഓക്കെ, സോ ഇനിഷ്യലി എന്തെങ്കിലും ഒരു നോഡ് ഇങ്ങനെ നമുക്ക് തരുവാണ് ഹെഡ് എന്ന് പറഞ്ഞിട്ട്, അതിനെ നമ്മൾ വേറെ വേരിയബിളിൽ വെക്കുന്നു. അത് കഴിഞ്ഞിട്ട് അതിനെ നമ്മൾ അതിന്റെ നെക്സ്റ്റ് വാല്യൂ വെച്ചിട്ട് നമ്മൾ ഐട്രേറ്റ് ചെയ്യുന്നു. ഒരു വൈൽ ലൂപ്പിൽ ഇട്ടിട്ട് ഐട്രേറ്റീവ് ആയിട്ട് നമ്മൾ ഓരോ പോയിന്റേഴ്സ് ആയിട്ട് നമ്മൾ നേരത്തെ കണ്ട പോലെ അതിനെ റിവേഴ്സ് ചെയ്ത് വരും. ഓക്കെ, അപ്പൊ അതാണ് ഐട്രേറ്റീവ് വേ ടു റിവേഴ്സ് ലിങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ കോഡ്. നമ്മൾ ഈ കറണ്ട് ലൂപ്പിന്റെ അകത്ത് കയറുന്നു, എന്നിട്ട് ഈ ഇങ്ങനെ ഒരു ടെമ്പററി വേരിയബിൾ അതിന്റെ നെക്സ്റ്റ് പോയിന്റർ വെച്ചിട്ട് അതിനെ അപ്ഡേറ്റ് ചെയ്ത് വരുന്നു. ഓക്കെ, ഇതാണ് ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ഇനിയുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് റിക്കേഴ്സീവ് മെത്തേഡാണ്. ഓക്കെ, അപ്പൊ റിക്കേഴ്സീവ് മെത്തേഡ് എന്താണെന്ന് പറയുമ്പോൾ നമ്മൾ റിക്കേർഷൻ യൂസ് ചെയ്ത്, അതായത് ഈ ഫംഗ്ഷൻ വെച്ച് തന്നെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, റിവേഴ്സ് ലിസ്റ്റ് എന്ന് പറയുന്ന ഫംഗ്ഷനെ നമ്മൾ റിപ്പീറ്റഡ്ലി വിളിച്ചാണ് നമ്മൾ ഇതിനെ റിവേഴ്സ് ചെയ്യാൻ പോകുന്നത്. അതാണ് നമുക്ക് ഐഡിയ എന്ന് പറയുന്നത്. അപ്പൊ ഈ റിക്കേർഷൻ വെച്ചിട്ട് എങ്ങനെ ലിങ്ക് ലിസ്റ്റ് സോൾവ് ചെയ്യാന്ന് വെച്ചാൽ, നമ്മൾ റിക്കേഴ്സീവ്ലി കോൾ ചെയ്ത് എൻഡ് ഓഫ് ദ നോഡ് എത്തും. ഓക്കെ, നമ്മൾ ഐട്രേറ്റീവിന് നമ്മൾ ഫസ്റ്റ് നോഡിൽ നിന്ന് തന്നെ റിവേഴ്സ് ചെയ്താണ് വന്നെങ്കിൽ, റിക്കേഴ്സീവിന് ഏറ്റവും ലാസ്റ്റ് നോഡ് പോയിട്ട് അവിടെ നിന്ന് റിവേഴ്സ് ചെയ്താണ് വരുന്നത്. കാരണം നമുക്ക് ഇനി റിക്കേഴ്സീവ് ട്രാവേഴ്സിലൊക്കെ വരും. അപ്പൊ അതിലും എങ്ങനെയാണ് നമ്മൾ എൻഡ് ഓഫ് നോഡ് പോകുന്നതെന്ന് വെച്ചാൽ, റിക്കേഴ്സീവ്ലി വിളിച്ചാണ് നമ്മൾ എൻഡ് ഓഫ് നോഡ് പോകുന്നത്. ഓക്കെ, അതായത് നമുക്ക് ഇവിടെ ഇങ്ങനെ റിവേഴ്സ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിളിക്കും, റിവേഴ്സ് ലിസ്റ്റ് ഓഫ് ഹെഡ് ഡോട്ട് നെക്സ്റ്റ് എന്ന് നമ്മൾ വിളിക്കും. ഇങ്ങനെ വിളിച്ചെന്ന് വെച്ചോ, അപ്പൊ എന്ത് പറ്റും, ഇത് ഇനിഷ്യലി ഓക്കെ, എക്സ്റ്റൻഷന്റെ ഒരു വിഷയമുണ്ട്. ഓക്കെ, അപ്പൊ ഇനിഷ്യലി ഇത് ഹെഡ് ഡോട്ട് നെക്സ്റ്റ് റിവേഴ്സ് ലിസ്റ്റ് ഓഫ് ഹെഡ് എന്ന് പറഞ്ഞാൽ നിൽക്കുന്നത്. ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ വീണ്ടും റിവേഴ്സ് ലിസ്റ്റ് ഓഫ് ഹെഡ് ഡോട്ട് നെക്സ്റ്റ് എന്ന് എത്തി. അപ്പൊ ഇവിടെ വീണ്ടും എത്തി, എന്നിട്ട് വീണ്ടും ഹെഡ് ഡോട്ട് നെക്സ്റ്റ് എത്തി. ഇതിങ്ങനെ ഇൻഫിനിറ്റ് ആയിട്ട് പൊക്കോണ്ടിരിക്കും. അപ്പൊ നമ്മൾ ആ ഒരു സമയത്ത് ഇവിടെ നമ്മളിപ്പോ ഇഫ് ഹെഡ് നള്ളാണെങ്കിൽ റിട്ടേണും കൂടെ ഒരു സ്റ്റേറ്റ്മെന്റും കൂടെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ എന്ത് പറ്റി, നമ്മളെ ഇങ്ങനെ ഹെഡ് ഡോട്ട് നെക്സ്റ്റ് നമ്മളിങ്ങനെ വിളിച്ച് നമ്മളിങ്ങനെ എൻഡ് വരെ എത്തുന്നവരെ ഐട്രേറ്റ് ചെയ്ത് ഈ റിക്കേഴ്സീവ് ലൂപ്പ് പോവും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഹെഡ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹെഡിനെ നമുക്ക് വേറൊരു വേരിയബിളിലോട്ട് എടുത്ത് വെക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഹെഡ് ഡോട്ട് നെക്സ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ റിക്കേഴ്സീവ് കോള് വിളിക്കേണ്ടത്. ഓക്കെ, ഇതാണ് വേറൊരു കണ്ടീഷൻ എന്ന് പറയുക. അതായത് ഹെഡ് ഡോട്ട് നെക്സ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം റിക്കേഴ്സീവ് കോള് വിളിക്കുക. എന്നിട്ട് ഈ റിക്കേഴ്സീവ് കോള് റിട്ടേൺ ചെയ്യുന്നുണ്ടല്ലോ, നമ്മൾ ഏറ്റവും ലാസ്റ്റ് എത്തുമ്പോൾ ഇതിനെ റിട്ടേൺ ചെയ്യുന്നുണ്ട്. റിട്ടേൺ നമുക്ക് ഹെഡ് എന്ന് കൊടുക്കാം. ലാസ്റ്റ് നള്ളാണെങ്കിൽ നമുക്ക് ഹെഡ് തന്നെ, എന്താണ് ഈ സാധനം, ഇത് നള്ളാണെങ്കിൽ അത് തന്നെ റിട്ടേൺ ചെയ്യാൻ കൊടുക്കുക. എന്നിട്ട് ആ കിട്ടുന്ന സാധനത്തിന് നമ്മൾ ന്യൂ ഹെഡ് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ എന്തായി, നമ്മൾ ഇവിടെ ഈ റിക്കേഴ്സിവിറ്റി ഈ ഫംഗ്ഷൻ വിളിച്ച് ഏറ്റവും ലാസ്റ്റ് വരെ എത്തി. ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പൊ നോക്കുമ്പോൾ നമ്മുടെ ഐഡിയ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ റിക്കേഴ്സീവ്ലി കോൾ ചെയ്ത് ഇനിഷ്യലി ഇവിടെ നിന്നിരുന്ന ഈ ഒരു ഇത് നമ്മൾ റിക്കേഴ്സീവ്ലി കോൾ ചെയ്ത് ഇവിടെ എത്തി
ഇവിടെ എത്തി. എന്നിട്ട് ഈ ഹെഡ് പിന്നെയും ഹെഡ് ഡോട്ട് നെക്സ്റ്റ് വിളിച്ചപ്പോൾ ഇവിടെ നള്ളാണ്. ഓക്കെ, ഇവിടെ നള്ളായപ്പോഴത്തേക്ക് ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോൾ എന്ത് പറ്റി? അതിനെ റിട്ടേൺ ചെയ്തു, അതിന്റെ കിട്ടിയ വാല്യൂ റിട്ടേൺ ചെയ്തു. അതായത് ഇവിടെ 5 നിന്നപ്പോൾ നമുക്ക് റിട്ടേൺ ചെയ്തു. ഓക്കെ, അപ്പൊ ഇത് റിക്കേഴ്സീവ് കോൾ ചെയ്ത് എത്തുമ്പോഴത്തേക്ക് ഒരു പോയിന്റ് എത്തുമ്പോഴത്തേക്ക് ഇവിടെ എത്തി. നമുക്കിനി ഇതിന് ചെയ്യേണ്ട എന്താണ്? നമുക്ക് ഇവിടെ നിന്ന് ഇതിനെ ഇങ്ങനെ പിടിച്ചങ്ങ് റിവേഴ്സ് ചെയ്യണം അല്ലേ? അപ്പൊ ഇനിയുള്ള ഐഡിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് നമ്മൾ ഇതിന്റെ ഹെഡിനെ റിവേഴ്സ് ചെയ്യുന്നു, ഇതിനെ നള്ളാക്കുന്നു. അത് കഴിയുമ്പോൾ നെക്സ്റ്റ് റിക്കേഴ്സീവ് കോളിന്റെ യൂസ് അതാണ്. നമ്മൾ വിളിച്ച് പോകുന്നതിന് റിട്ടേൺ ചെയ്ത് വരുമ്പോൾ പിന്നെ നെക്സ്റ്റ് ഇതിന്റെ പ്രീവിയസിലോട്ട് പോകുമ്പോൾ പിന്നെ ഇവിടെ എത്തി. ഇവിടെ എത്തുമ്പോഴത്തേക്ക് എന്താണ്? ഇവിടെ എത്തിയപ്പോഴത്തേക്കാണ് നമ്മൾ ഇതിനെ റിവേഴ്സ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ എത്തി അല്ലെ? ഇവിടെ എത്തിക്കഴിയുമ്പോഴും നമ്മൾ ഈ ഒരു ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇത് കൊടുക്കും, എന്നിട്ട് ഇതിനെ നമ്മൾ നള്ളാക്കും. അപ്പൊ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് കോഡിൽ കാണാം. അതേപോലെ വീണ്ടും നമ്മൾ ഇതിനെ നള്ളാക്കും, ഇത് ഇങ്ങോട്ട് പോയിന്റ് ചെയ്യും, ഇത് ഇങ്ങോട്ട് പോയിന്റ് ചെയ്യും, ഇത് നള്ളാക്കും, ഇത് വീണ്ടും നള്ളിലോട്ട് പോയിന്റ് ചെയ്യും. ഓക്കെ, അതാണ് നമ്മുടെ ഐഡിയ എന്ന് പറയുന്നത്. റിക്കേഴ്സീവ്ലി നമ്മൾ ബാക്കിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ കോഡ് എങ്ങനെ വരും എന്നുള്ളത് നമുക്ക് എഴുതിയിട്ട് ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ ന്യൂ ഹെഡ് നമ്മൾ എടുത്ത് വെക്കുന്നു. ന്യൂ ഹെഡ് എടുത്ത് വെച്ചിട്ട് നമ്മൾ ഹെഡ് ഡോട്ട് നെക്സ്റ്റ് എന്ന് നമ്മൾ കൊടുക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ഡോട്ട് നെക്സ്റ്റ് ഇസ് ഈക്വൽ ടു ഹെഡ് എന്ന് കൊടുക്കുന്നു, നമ്മുടെ കറന്റ് ഹെഡ് എന്ന് കൊടുക്കുന്നു. ഇതെന്താണ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഹെഡ് ഡോട്ട് നെക്സ്റ്റിനെ നമ്മൾ നള്ളാക്കുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ ഈ ന്യൂ ഹെഡിനെ റിട്ടേൺ ചെയ്യുന്നു. ഈ കോഡ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണാം. ഒന്ന് റൺ ചെയ്ത് നോക്കട്ടെ. ഓക്കെ, ഒന്ന് സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോ നമ്മളിപ്പോ എന്താ പറഞ്ഞേ, നമുക്ക് ഇങ്ങനെ ഈ ഒരു റിക്കേഷന്റെ അകത്ത് നമുക്കിങ്ങനെ ഓരോ ലൂപ്പായിട്ട് നമ്മൾ വിളിച്ച് എൻഡ് ഓഫ് ദ നോഡ് വരെ പോകുന്നുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ ന്യൂ ഹെഡ് നമ്മൾ ഓരോന്നിനെ റിട്ടേൺ ചെയ്യുന്നു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഈ 2 ലൈനാണ് നമ്മൾ പിന്നെ എഴുതിയ ഹെഡ് ഡോട്ട് നെക്സ്റ്റ്. അതായത് എന്താണ്? ഇപ്പൊ ന്യൂ ഹെഡ് ഇവിടെ നിൽക്കുവാണ്, റിക്കേഴ്സീവ്ലി നമ്മൾ വിളിച്ചു വരുമ്പോൾ ന്യൂ ഹെഡ് ഇവിടെ നിൽക്കുകയാണ്, ഹെഡ് ഇവിടെ നിൽക്കുകയാണെന്ന് വെച്ചോ. നമുക്ക് ചെയ്യേണ്ട എന്താണ്? ഇതിനെ ഇങ്ങോട്ടാക്കണം അല്ലേ? അപ്പോൾ ഇത് നള്ളിലാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോ ഇതിന്റെ ഹെഡ് ഡോട്ട് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ സാധനമാണ്. അപ്പൊ അതിനെ എടുത്ത് നമ്മൾ ഹെഡിലോട്ട് പോയിന്റ് ചെയ്യും. അതാണ് ഈ ലൈൻ ചെയ്യുന്നത്. കണ്ടോ, ഈ ലൈൻ ചെയ്യുന്ന എന്താണ്? ഇതിന്റെ നെക്സ്റ്റ് ഡോട്ട് നെക്സ്റ്റ്. ഓക്കെ, ഒന്നുകൂടെ പറയാം. അതായത് ഹെഡ് ഇവിടെ നിൽക്കുകയാണ്, നമ്മൾ റിക്കേഴ്സിൽ വിളിച്ച് വരുമ്പോൾ ഇവിടെ നിൽക്കും ഹെഡ്, ഇവിടെ ന്യൂ ഹെഡ് നിൽക്കും. ഓക്കെ, ഹെഡ് ഇവിടെ നിൽക്കുകയാണ്, ന്യൂ ഹെഡ് ഇവിടെ നിൽക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാനുള്ള എന്താണ്? ഹെഡ് ഡോട്ട് നെക്സ്റ്റ്. അപ്പൊ ഹെഡിന്റെ നെക്സ്റ്റ് ഡോട്ട് നെക്സ്റ്റ് ഇത് നള്ളിലോട്ടാണ് പോയിന്റ് ചെയ്യുന്നത്, അത് നമ്മൾ എടുത്ത് ഇങ്ങോട്ട് പോയിന്റ് ചെയ്യുന്നു. കണ്ടോ ഇതിന്റെ അപ്പൊ എന്ത് പറ്റി? എഫക്റ്റീവ്ലി 5 4 അങ്ങ് പോയിന്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഹെഡ് ഡോട്ട് നെക്സ്റ്റ് ഈ സാധനത്തിനെ നമ്മൾ അങ്ങ് ക്യാൻസൽ ചെയ്യുന്നു. അതാണ് ഈ 2 ലൈൻ എന്ന് പറയുന്നത്. ഈ 2 ലൈനാണ് ഇതിന്റെ റിക്കേഷന്റെ മെയിൻ ഐഡിയ എന്ന് പറയുന്നത്. ഏറ്റവും ലാസ്റ്റിൽ പോയി നമ്മൾ ഇതിനെ റിവേഴ്സ് ചെയ്യുന്നു, എന്നിട്ട് ഹെഡ് ഡോട്ട് നെക്സ്റ്റിനെ എടുത്ത് ഹെഡിലോട്ട് പോയിന്റ് ചെയ്യുന്നു, എന്നിട്ട് ഹെഡിനെ എടുത്തിട്ട് നമ്മൾ വെക്കുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ന്യൂ ഹെഡ് തന്നെ റിട്ടേൺ ചെയ്ത്. ഇവിടെ ശ്രദ്ധിച്ചാൽ കാണാം, ന്യൂ ഹെഡിൽ നമ്മൾ വേറെ ഒന്നും ചെയ്യുന്നില്ല, ചേഞ്ച് ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ ന്യൂ ഹെഡ് എപ്പോഴും ഇവിടെ തന്നെ നിൽക്കും, വീണ്ടും അടുത്തത് ഹെഡ് ഇവിടെ തന്നെ വരും. ഓക്കെ, അപ്പോഴും ഇതിന്റെ ഹെഡ് ഡോട്ട് നെക്സ്റ്റ് അതായത് ഈ പോയിന്ററിനെ നമ്മൾ എടുത്തിട്ട് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെക്കും. ഹെഡ് ഡോട്ട് നെക്സ്റ്റ് എന്ന് പറയുന്നതിനെ നമ്മൾ നള്ളാക്കുന്നു. നെക്സ്റ്റിലും അത് തന്നെ സംഭവിക്കും. അങ്ങനെ റിക്കേഴ്സീവ്ലി വിളിച്ച് നമ്മൾ ലാസ്റ്റ് എത്തുമ്പോഴത്തേക്ക് നമ്മളുടെ ആൻസർ ഇതുപോലെ നമുക്ക് റിക്കേഴ്സീവ്ലി നമുക്ക് കിട്ടും. ഓക്കെ, സോ അതാണ് ലിങ്ക് ലിസ്റ്റ് റിവേഴ്സ് ചെയ്യാനുള്ള 2 മെത്തേഡ് എന്ന് പറയുന്നത്, റിക്കേഴ്സീവ് മെത്തേഡ് ആൻഡ് ഐറ്ററേറ്റീവ് മെത്തേഡ്. ഓക്കെ, സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദ സൊല്യൂഷൻ. താങ്ക് യു.